ഞങ്ങളുടെ പ്രതിനിധി ഭദ്ര ചന്ദ്രനുണ്ട്. ഭദ്ര, എങ്ങനെയാണ് ഈ 4-ാം നാൾ? ഒരുപക്ഷെ അവിടെ ശബ്ദം കൂടുതലായതുകൊണ്ടാണ് കേൾക്കാനാകാത്തത്. ഭദ്രേ, എന്തൊക്കെയാണ് 4-ാം നാളിലെ വിശേഷങ്ങൾ? അജിംഷാദെ, ഞാനിപ്പോ ആശ്രമ മൈതാനിയിലെ പ്രധാന വേദിയിൽ തന്നെയാണ്. ഇപ്പോ ഒരു സൈഡില്, അതായത് പ്രധാന വേദിയിലെ വിദ്യാർത്ഥികളുടെ ഭരതനാട്യം അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കേരള പോലീസിന്റെ പവലിയനിന് മുന്നിലാണ്. നമ്മൾ ഈ ആശ്രമ മൈതാനിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കേരള പോലീസിന്റെ ഒരു പവലിയൻ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിരവധിയായിട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ചായയും അതുപോലെ പഴനുറുക്ക് എന്ന് പറയും, അതായത് പഴം പുഴുങ്ങിയ പഴമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും അത് കൊടുക്കാനുള്ളൊരു അത് പോലീസുകാർ തന്നെയാണ് അത് വിളമ്പി കൊടുക്കുന്നത്. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. ആരും വിശന്നിരിക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് കേരള പോലീസ്. ഉരുക്കുമുഷ്ടി മാത്രമല്ല, മൃദുകരങ്ങളുമുണ്ട് പോലീസിന്, അല്ലേ? തീർച്ചയായും പല സന്ദർഭങ്ങളിൽ അത് നമ്മൾ കണ്ടതാണ് അജിംഷാദെ, പല സന്ദർഭങ്ങളിലും കണ്ടതാണ്. ഇപ്പൊ ഭക്ഷണം വിളമ്പിക്കൊടുത്തും കേരള പോലീസ് തീർച്ചയായും അതെ ജില്ലാ സെക്രട്ടറിയാണ്. സർ, നമ്മൾ ഇങ്ങനൊരു ഇത് സംഘടിപ്പിക്കാൻ എന്തായിരുന്നു ഒരു കഴിഞ്ഞ ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുന്നത് പോലീസും പൊതുസമൂഹവും എന്നുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലാപ്രതിഭകളും കൂടാതെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിഭകളുടെ രക്ഷകർത്താക്കൾ തുടങ്ങി എല്ലാവിധ ആൾക്കാർക്കും നമ്മൾക്ക് വേണ്ടി ഒരുപാട് വിഭവങ്ങളാണ് നമ്മളിവിടെ ആസ്വാദനം ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 തന്നെ നമ്മൾ എല്ലാ ദിവസവും ചൂടുവെള്ളം കൊടുക്കാറുണ്ട്. അതിനുശേഷം 10 മണി മുതൽ നിങ്ങൾ ഈ കാണുന്ന കണക്ക് ചായയും കൂടാതെ ഏത്തപ്പഴം പുഴുങ്ങിയതും അതിനുശേഷം പിന്നെ തണ്ണിമത്തൻ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് അതണക്കുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉച്ചയുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രുചിയേറിയ വിഭവങ്ങൾ തന്നെയാണ് നമ്മുടെ എയർ ക്യാമ്പലം മെസ്സ് ഹാളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിച്ചുള്ളത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചായയും നമ്മുടെ സ്നാക്സും കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേക്ക് എഴുത്താണി എന്നുള്ള എഴുത്താണി കേക്ക്, പിന്നെ ദേവിന്റെ കുറച്ച് പ്രൊഡക്ട്സ്, അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ. അതിനുശേഷം വൈകുന്നേരം മുതൽ ചുക്ക് കാപ്പി, കട്ടൻ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ ആസ്വാദനം ചെയ്തിരിക്കുന്നത്. ചുക്കാപ്പിയും പോലീസ് നമ്മളുടെ പ്രശ്നം പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉറക്കൊഴിയുന്ന വിഭാഗമാണ് പോലീസ്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചുക്കാപ്പി വിതരണം ചെയ്തതോടുകൂടി അവർക്കൂടി ചുക്കാപ്പി വിതരണം ചെയ്ത് നമ്മളെ ഒപ്പം തന്നെ നിന്ന് പോകാന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നടത്തി പോകുന്നത്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് മുഷ്ടി ചുരുട്ടാൻ മാത്രമല്ല പോലീസിനറിയാം. അത് ഒരിക്കലും അല്ല. അത് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള കാഴ്ചപ്പാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് പോലീസ് ജനകീയ പോലീസ് എന്ന രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ ക്ഷേമപ്രവർത്തന പൊതുസമൂഹത്തിന് മുമ്പായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പോലീസ് ഓഫീസർ നമ്മൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ വരുമ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്ന് ചായയോ വെള്ളമോ ഒന്നും ലഭിക്കുക. അപ്പൊ ആദ്യ റൗണ്ട് നമ്മൾ അങ്ങനെയാണ് സംഘടന എന്നതിലും ഞങ്ങൾ പക്ഷെ 2 ഇത് ഈ രീതിയിലേക്ക് മാറുകയാണ്. ഇപ്പൊ എല്ലാ ജില്ലകളിലും പിന്നെ ഇത്തരത്തിൽ എല്ലാ യൂത്ത് ഹോസ്റ്റലും ഇപ്പൊ കഴിഞ്ഞ ജില്ലാ യൂത്ത് ഹോസ്റ്റലിനും കൊല്ലത്ത് 5-ലും അതുപോലെ തന്നെ ഇളമ്പുള്ളിലാണ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ അന്യം നിൽക്കുന്ന ഒരു സമൂഹമാണ് പോലീസ് എന്ന് പറയുന്നത്. ആഘോഷങ്ങൾ കൂടുന്തോറും ഞങ്ങളുടെ ഡ്യൂട്ടി ഭാരവും കൂടും. പക്ഷെ നമ്മൾ ഇത്തരം വേദികളിലേക്ക് മാറുമ്പോൾ, ഇത്തരം സംരംഭങ്ങളിലേക്ക് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിക്കുടിക്കുന്ന ചായ ആയാലും ഇതെല്ലാം കഴിച്ചിറങ്ങുമ്പോൾ അവരെ മുഖത്തുണ്ടാകുന്ന ഒരു സംതൃപ്തി, ആ സംതൃപ്തി ഞങ്ങൾക്ക് കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ചെല്ലുവാനും അതുപോലെ പുതിയ ഒരു സമീപനത്തിലേക്കാണല്ലോ പോലീസ് മാറിയിരിക്കുന്നത്. ഒരു ജനകീയ പോലീസ് മുഖം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് സംഘടന അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്മളെ ഗവൺമെന്റ് നയം നടപ്പിലാക്കുന്ന ഭാഗമായിട്ടാണ് ഇത്തരം ബോധ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പിയും പോലീസ് തമ്മിൽ ഞങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട്. വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഉറക്കം ഒഴിച്ച് ജോലി ചെയ്യുന്നതാണ് പോലീസ് മാത്രമല്ല മീഡിയ പ്രവർത്തകരും ആ രീതി തന്നെയാണ്. അപ്പൊ ചുക്ക് കാപ്പി ഉറക്കം ഒഴിയുന്നതിന് വലിയൊരു ഔഷധം പോലാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുകയും ഇവിടെ എല്ലാം തന്നെ ഉറക്കം ഒഴിഞ്ഞ് നിൽക്കുന്നവർക്ക് വേണ്ടി കൂടുതലായ ചുക്ക് കാപ്പി എല്ലാം തന്നെ നൽകുന്നുമുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാം തന്നെ സഹായം കൊണ്ട് ഇത് വളരെ ഹിറ്റായി മാറിയിട്ടുണ്ട്. ഇപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും ജോലിയും ഈ പൗലിനി കൂടിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നമുക്കറിയാം, പ്രത്യേകിച്ചും കുട്ടികളുടെ പരിപാടിയാണ് നടക്കുന്നത്. അപ്പൊ ഉത്തരവാദിത്വം കുറച്ചും കൂടി കൂടും. പ്രത്യേകിച്ച് നമുക്ക് ഈ ആശ്രമ മൈതാനം എന്ന് പറയുമ്പോൾ അടുത്തിടെ നമ്മൾ വളരെയധികം മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ പിടിച്ച ഒരു കാര്യം കൂടിയാണ്. അപ്പൊ കുറച്ചുകൂടി അലേർട്ട് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്.
നമ്മുടെ പൊതുവെ ഇപ്പം തന്നെ ഈ ഇതിനകത്തെല്ലാം സഹായിച്ച് നിൽക്കുന്നത് ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും റെസ്റ്റ് സമയത്താണ് ഇവിടെ നിന്ന് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ യൂണിറ്റുകളിലെ നമ്മുടെ ജില്ലാ കമ്മിറ്റി സംഘടനാ മെമ്പർമാരുമാണ് ഞാനും ചോദിക്കട്ടെ, ഇപ്പൊ ഇത് ഈ ഭക്ഷണം വെക്കുന്നതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണോ? ഭക്ഷണ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഒന്നും എടുത്താൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അതേ ക്വാളിറ്റിയിലും അതേ ക്വാണ്ടിറ്റിയിലും നല്ല കൊടുക്കണമെന്നുള്ള അഭിപ്രായം. ഇത് നമ്മൾ പോലീസ് ബസ്സിൽ വെച്ചാണ് ഇപ്പം എല്ലാം തന്നെ ഹൈജീനിക്കായിട്ട് പാചകം ചെയ്ത് നേരിട്ട് ഇവിടെത്തി ഞങ്ങൾ നേരിട്ട് തന്നെ സെർവ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാവിലെ ചായയാണ്, ഉച്ചയാകുമ്പോ ചൂട് കൂടുന്നതിനനുസരിച്ച് പഴവർഗ്ഗങ്ങളും ഇന്ന് നമ്മുടെ പേരയ്ക്ക ജ്യൂസാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ തണ്ണിമത്തനുണ്ടാവും. ഒപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വിവിധ തരത്തിലുള്ള ജ്യൂസുകൾ നൽകും. പിന്നെ ചൂടുവെള്ളവും പച്ചവെള്ളവും ഇന്ന് കൂടുതലായിട്ട് കരുതുന്നുണ്ട്. വൈകിട്ട് ഇന്ന് നമ്മൾ ചായയും കടിയും കഴിഞ്ഞിട്ട് 7 മണി മുതൽ കപ്പ പുഴുങ്ങിയതും നല്ല മുളക് ചമ്മന്തിയുമാണ് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അജിംഷാദെ, നമുക്ക് കലോത്സവത്തിൽ നിന്ന് തിരിച്ചു പോരണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം നമുക്ക് അത്രമാത്രം വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡില് പഴയിടത്തിന്റെ സദ്യ കഴിച്ച് ആ ഒരു സ്വാദ് മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അജിംഷാദെ, തീർച്ചയായും വളരെ നല്ല സേവനം തന്നെയാണ് എല്ലാ കാലത്തും. പ്രത്യേകിച്ച് ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടി പ്രതിഫലനമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഒരു ഒരു മൃദു സമീപനം ജനങ്ങളുടെ മുമ്പിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയ പോലീസാകാനുള്ള ഒരു സംരംഭം തന്നെയാണിത്. ഇത് ആ അർത്ഥത്തിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്, അവരുടെ സേവനം എന്നതിനൊപ്പം, അല്ലേ? അതെ, തീർച്ചയായും അജിംഷാദ്. നമുക്ക് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ പോലീസ് ഇടപഴകുക, അതായത് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. നമ്മൾ മൂന്നാം മുറയുടെ എല്ലാം തന്നെ കാലഘട്ടം അവസാനിപ്പിച്ച ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ്, നമ്മളെല്ലാം തന്നെ ജനമൈത്രി പോലീസ് എന്നുള്ള കൺസെപ്റ്റ്, അതിന്റെ ഭാഗമായിട്ട് ഈ പൗരിയിലേക്ക് ഇതെല്ലാം കടന്നു വരുമ്പോൾ ഇവിടെ നൽകുന്ന സേവനം കൊണ്ട് പോലീസിനെ കുറിച്ചുള്ള ജനത്തിന്റെ മനസ്സിൽ വലിയൊരു ഫീലിംഗ്സ് ഉണ്ടാവും. അത് കുറച്ചും കൂടെ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ ഭാവി കാലങ്ങളിൽ ഒരു പോലീസിംഗ് വളരെ എളുപ്പമാക്കുവാനും പറ്റത്തുള്ളൂ. ജനത്തിന് കൂടുതൽ സൗകര്യങ്ങളും ഇതെല്ലാം നൽകത്തുള്ളൂ. കാര്യം പോലീസിന്റെ എല്ലാം തന്നെ മുഴുവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ കൊടുക്കാൻ അംഗസംഖ്യ ഞങ്ങളുടെ ഇല്ല. ഒരു കേരളം പോലുള്ള സംസ്ഥാനത്ത് അത് പറ്റുകയുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കഴിവ് ഇവരുമായിട്ടെല്ലാം ചേർന്നത് കൊണ്ട് പരമാവധി പിന്തുണ ജനങ്ങളിൽ നിന്ന് മാത്രമേ നല്ല ഫ്രീ ആയിട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അതിന്റെ എല്ലാം തന്നെ ഭാഗമായി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ആ സമീപനം സംഘടന നടപ്പിലാക്കുന്നതിന്റെ വർഷങ്ങളെ നടത്തുന്ന ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ പോലീസ് ഭവനിലെ ഇത്തരത്തിലുള്ള ഒരു തികഞ്ഞ സംതൃപ്തിയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ നല്ലൊരു പോലീസിംഗ് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ള ആശയമാണ് ഞങ്ങളെല്ലാം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നയിക്കുന്നത്. നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് ഒരു സാറ് പാട്ടൊക്കെ പാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ അന്വേഷിക്കുകയാണ്, പക്ഷെ കാണാനില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ അവാർഡുമായിട്ടുള്ള കഥാപ്രാസംഗികനാണ് സതീഷ് ചന്ദ്രൻ. അക്കിക്കുള്ളിലെ കലാഹൃദയങ്ങളെ പരിചയപ്പെടുത്തൂ. സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം വാങ്ങിയ കർണൻ എന്ന കഥയിലെ ഒരു കഥാപാത്രത്തിന്റെ 2-3 വരികൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും. അതാണ് അജിംഷാദെ, തീർച്ചയായും കാക്കിക്കുള്ളിലെ കലാകാരനെ ഞാൻ ഇപ്പൊ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. സാറിന്റെ പേര്? എന്റെ പേര് സതീഷ് ചന്ദ്രൻ, മുഖത്തല, കൊല്ലം മുഖത്തലയാണ് സ്വദേശം. ഞാൻ 99 കൊല്ലത്ത് വെച്ച് തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തിയപ്പോ പറഞ്ഞ കഥ. അതായത് അജിംഷാദെ, കലോത്സവത്തിൽ പങ്കെടുത്ത ഒരാളാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്. അതെ അതെ. അപ്പൊ അന്ന് അവതരിപ്പിച്ച കഥ കർണൻ എന്ന കഥയാണ്. ആ കഥയുടെ ഒരു കഥാപ്രസംഗം പൂർണ്ണമായി പറയാൻ കഴിയില്ല. അതിലൊരു നാടാണ് കൊല്ലം. കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് കുന്തിദേവി കർണനെ വന്ന് കാണുകയാണ്. മോനെ, നീ എന്റെ മകനാണ്. അജിംഷാദ് എന്തൊക്കെ പറയുന്നുണ്ട്? എന്താണ് അജിംഷാദ്? അല്ല, സാംബശിവന്റെ നാട് കൂടിയാണ് കൊല്ലം. തീർച്ചയായും ആ കലാകാരൻ സാംബശിവന്റെ നാടാണ്. തീർച്ചയായും അതെ അതെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആവേശത്തിലാണ്, ഏറെ സന്തോഷത്തിലാണ്. കഥാപ്രസംഗകൻ എന്ന നിലയിലും കൊല്ലംകാരൻ എന്നതിലും വളരെ ആവേശമാണ്. ഈ സ്കൂൾ കലോത്സവം കേരളത്തിലെ കലാകാരന്മാരൊക്കെ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണ്, അഭിമാനത്തോടു കൂടി നിൽക്കുന്നു. കാരണം കഥാപ്രസംഗത്തിന്റെ ഈറ്റിലോ എന്ന് പറയുന്നത് കൊല്ലമാണ്. വി സാംബശിവനെ പോലെയുള്ള അത്ഭുത പ്രതിഭകൾക്ക് ജന്മം നൽകിയ കൊല്ലം ബാബുവിനെയും ഹർഷകുമാറിനെയും തേവർത്തോട്ടം സുകുമാരനെ പോലെയുള്ള കഥാപ്രസംഗ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഈ കൊല്ലത്ത് കഥാപ്രസംഗത്തിന് 100 വയസ്സ് ആകുന്ന ശതാബ്ദി കാലഘട്ടത്തിൽ കലോത്സവം കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ ആവേശത്തിലുമാണ്. ശരി ശരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99 ഞാൻ ഇവിടെ അവതരിപ്പിച്ച ആ കഥയുടെ ചെറിയൊരു ഭാഗം, വളരെ ഏറെ നാളായെങ്കിലും ഒന്ന് പറയാം. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് കർണനോട് തന്റെ അമ്മ കുന്തിദേവി എന്ന് പറയുകയാണ്, ആദ്യമായി പറയുകയാണ്, കർണ നീ എന്റെ മകനാണെന്ന് പറയുന്ന ആ സന്ദർഭത്തിന്റെ ഒരു ചെറിയ ഭാഗം. മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദേയനാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാണ്ഡവ മാതാവായി കുന്തിയാണ് മോനെ നിന്നെ പ്രസവിച്ച അമ്മ.
അപ്പോൾ കർണൻ തിരിച്ചു മറുപടി പറയുന്നത് മൂലമാണ് നമ്മുടെ ഈ കഥയുടെ ഭാഗം തുടങ്ങുന്നത്. അമ്മേ, അമ്മയുടെ മകനാണ് ഈ കർണൻ എന്ന് പറയുവാനുള്ള എത്രയോ സന്ദർഭങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ ആ ദിവസം? ആയുധപന്തയത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്ന ദിവസം അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അന്ന് കൃപാചാര്യനോട് ചോദിച്ചു, നിന്റെ ജാതി ഏത്? നീ ഏത് രാജകുടുംബത്തിൽ പിറന്നതാണ്? അർജുനനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? അന്ന് വില്ലും നിലത്തെറിഞ്ഞൊന്നും പറയാൻ കഴിയാതെ ആ വലിയ സഭയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് പറയാമായിരുന്നില്ല, നീ എന്റെ മകനാണ്, സൂര്യപുത്രനാണ് കർണൻ എന്ന് അമ്മ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കർണന്റെ ആത്മാഭിമാനത്തിന് തിളക്കമായിരുന്നു. അപമാനഭാരത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട അന്ന് മരിച്ചു കർണൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർണൻ സുയോധനൻ ദാനം തന്ന ജീവിതം പേർന്ന കർണനാണ്. ഈ ജീവിതം എക്കാലവും അവനുള്ളതാണ്. ദേവി, ഉണ്ടചോറിന് നന്ദി കേട് കാണിക്കാനും ആത്മമിത്രത്തെ വഞ്ചിക്കാനും അധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കാനും ദയവായി അവിടെ നിന്നോട് ഉപദേശിക്കരുത്. ഈ രംഗം ഇവിടെ അവസാനിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ ആ കഥ മുൻപോട്ട് പോകുന്നതാണ്. ഒരു കഥാപ്രസംഗമായി നന്നായി പറയാൻ കഴിയില്ല, ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാറൊന്ന് നിൽക്കണം. നമുക്കിപ്പോ ചവറ MLA ഉണ്ട് നമ്മോടൊപ്പം, സുജിത് സാറുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷമുണ്ട് കൊല്ലത്ത് ഇത്തരത്തിലൊരു കലോത്സവം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലീസ് പവലിയനിലാണ്. അതിമനോഹരമായ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാറിന്റെ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ വേണ്ട ചായ, അതിന്റെ ഏർലി മോർണിംഗ് സ്നാക്സ്, ഉച്ചയ്ക്ക് അതിനിടയ്ക്ക് ഇടയാഹാരമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്തനുസരിച്ച് ഇപ്പം തണ്ണിമത്തനാണ് അടുത്ത്, ഇച്ചിരി ചൂട് കയറുമ്പോഴേ തണ്ണിമത്തൻ കൊടുക്കുകയാണ്. വൈകിട്ട് ചായ, ഈവനിങ്ങിന്റെ എഴുത്താണി എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കേക്ക്, വെട്ട് കേക്ക്, ഇതടക്കം ഓരോ സമയബന്ധിതമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആഹാരം കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം പോലീസ് തീർച്ചയായും ഭദ്രെ, ഈ സുജിത് വിജയൻപിള്ള MLA ഒരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് ആ ഡയറ്റ്, ഒരു ഡയറ്റീഷ്യന്റെ ഉപദേശം കൂടി പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ചോദിക്കൂ. ഞാൻ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഉൾക്കാണ്. സാർ, ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡെസ്കിൽ അജിംഷാദാണ് ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജിംഷാദിന്റെ ഒരു ചോദ്യമുണ്ട്. അതായത് സാറൊരു ഡോക്ടർ കൂടിയാണ്. അപ്പൊ സാറിന്റേതായിട്ടുള്ള എന്തെങ്കിലും മെനു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ആവിയിൽ പിഴുങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, മധുരമില്ലാത്തത് പലപ്പോഴും നമ്മൾ പല കൗണ്ടേഴ്സിൽ ഇത് കിട്ടാറില്ല. അപ്പൊ പേഷ്യൻസ് പലരും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആകുമ്പോൾ നമ്മൾ അതും കൂടെ ഒരു കരുതലാണ്. പക്ഷെ ഉണ്ടാവും തോന്നുന്നു, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇന്നിപ്പോ പഴം പുഴുങ്ങിയതാണ് ആവിയിൽ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സാർ. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും. കാരണം കേരള വിഷന് വേണ്ടി ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. അതെ, സെക്യൂരിറ്റി ആയിട്ടും അതുപോലെ മറ്റ് കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ അവർക്ക് ഒരു തെറ്റും ഇല്ലാതെ, ഒരു കുറ്റവും ഇല്ലാതെ അവരെ നോക്കി പരിപാലിച്ചെത്തുകയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്രമല്ല ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. തീർച്ചയായും ഭദ്ര, ഞാൻ തിരിച്ചെത്താം. കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ ഭദ്രയിലേക്ക് തന്നെ തിരിച്ചെത്താം. മത്സരാർത്ഥികളെക്കാൾ ഒരു വട്ടമെങ്കിലും ഈ മഹാമേളയുടെ ഭാഗവാക്കാകണം എന്നാശിച്ചിട്ടും നടക്കാതെ പോയ ആളുകളാണ് കലോത്സവ വേദിയിൽ കൂടുതലായി എത്തുന്നത്. മത്സരാർത്ഥികൾ അരങ്ങ് തകർക്കുമ്പോൾ ബാക്കിയായ ആഗ്രഹത്തിന്റെ താളങ്ങൾ നെഞ്ചിലേറ്റി അവർ കാണികളിൽ ഒരാളാകുന്നു. കലോത്സവ വേദിയിൽ നിന്നും AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.